ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഗീതാ ഗോവിന്ദത്തിൻ്റെ അടുത്ത ആഴ്ചയിലെ കഥയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയിലേക്ക്. അങ്ങനെ ഗീതു തൻ്റെ സഹോദരിയെ തിരിച്ചറിയുന്നു. അതായത് ഗീതുവിൻ്റെ മുമ്പിലേക്ക് മാർഗഴി യാദൃശ്ചികമായി പ്രത്യക്ഷപ്പെടുകയാണ് കൂട്ടുകാരെ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, അനാർക്കലിയുടെ മുറിയിലേക്ക് തൻ്റെ കുറേ ആവശ്യങ്ങൾ പറയാനായി മാർഗഴി എത്തുന്നു. എന്നാൽ ആ അനാർക്കലിയുടെ മുറിയിൽ യഥാർത്ഥത്തിൽ ഇരിക്കുന്നത് ഗീതു ആയിരിക്കും. മാർഗഴി തൻ്റെ എല്ലാ ആവശ്യങ്ങളും അനാർക്കലിയാണെന്ന് വിചാരിച്ച് പറയുകയാണ്. മാർഗഴി പറയുന്നതൊന്നിനും യാതൊരു മറുപടിയും ലഭിക്കാതെ വന്നപ്പോൾ മാർഗഴിക്ക് ദേഷ്യം വരികയും തുടർന്ന് തൻ്റെ മുമ്പിലിരിക്കുന്ന കസേര തിരിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് മാർഗഴി ആ ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിയുന്നത്. താൻ അനാർക്കലിയാണെന്ന് വിചാരിച്ച് പറഞ്ഞതെല്ലാം ഗീതുവിനോടായിരുന്നു എന്ന സത്യം. തുടർന്ന് ഗീതുവും മാർഗഴിയും മുഖാമുഖം കാണുകയാണ് കൂട്ടുകാരെ. മാർഗഴിയെ ഗീതു കണ്ടതും ഞെട്ടി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സുഹൃത്തുക്കളെ. തുടർന്ന് ഗീതു മാർഗഴിയോട് ചോദിക്കുകയാണ്, ആരാണ് നീ? അപ്പോൾ നമ്മുടെ മാർഗഴി പറയാണ്, ഗീതു, ഞാൻ നിൻ്റെ സഹോദരിയാണ്. സഹോദരിയോ? നീ കള്ളം പറയേണ്ട മോളെ. നീ ഇത്രയും നാൾ ഞാനില്ലാത്ത സമയത്ത് ഇവിടെ എൻ്റെ വേഷം കെട്ടി ആടിയല്ലേടി നീ? കൂടാതെ നീ എന്തോരം എന്നെ നാണം കെടുത്തി, എന്നെ അപമാനിച്ചു എന്ന് നിനക്കറിയാമോ? നീ ചെയ്തത് വലിയ തെറ്റാണ്, അതിന് നിനക്ക് മാപ്പില്ല എന്നാണ് ഗീതു മാർഗഴിയോട് പറയുന്നത്. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് മാർഗഴി എന്തിനാണ് ആൾമാറാട്ടം നടത്തിയതെന്ന് ഗീതു അന്വേഷിക്കുന്നതാണ്. അങ്ങനെ ഗീതു മാർഗഴിയോട് ദേഷ്യത്തിൽ, എന്താണ് നിൻ്റെ ആൾമാറാട്ടത്തിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്ന് ചോദിക്കുകയാണ്. ഗീതുവിൻ്റെ ഈ ചോദ്യം കേട്ടതും നമ്മുടെ മാർഗഴി പറയാണ്, എന്നെ ഇവിടെ എത്തിച്ചത് ഈ അനാർക്കലിയും രാധികാമ്മയും കൂടിയിട്ടാണ്. അവരുടെ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നതെന്നും മാർഗഴി ഗീതുവിനോട് വെളിപ്പെടുത്തുന്നു. എന്ത്? നിന്നെ കൊണ്ടുവന്നത് ഇവരാണെന്നോ? എന്താണ് നിങ്ങളുടെ പദ്ധതി? ആ ചോദ്യം കേട്ടതും മാർഗഴി എല്ലാ രഹസ്യവും ഗീതുവിനോട് തുറന്നു പറയുന്നു. ആ സത്യം കേട്ട് ഞെട്ടി നിൽക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമുക്ക് ഈ കഥയിൽ കാണാൻ സാധിക്കുന്നത്. തുടർന്ന് ഗീതു പറയാണ്, അവരുടെ ഉദ്ദേശം ഞങ്ങളെ കൊല്ലുക ആണല്ലേ എന്നും അതിന് നീ കൂട്ടുനിന്നില്ലേ എന്നും ചോദിക്കുകയാണ്. ഇത് കേട്ടതും മാർഗഴി ഗീതുവിനോട് പറയാണ്, നീ വിചാരിച്ചിരിക്കുന്നത് ഒന്നുമല്ല കാര്യങ്ങൾ, എല്ലാം ഞാൻ നിൻ്റെ ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ടെന്നും മാർഗഴി പറയാണ് കേട്ടോ. ഇത് കേട്ടതും നമ്മുടെ ഗീതു ഗോവിന്ദനെ വിളിക്കുകയാണ്. തുടർന്ന് ഗോവിന്ദ് സത്യം പറയുമ്പോൾ ഗീതു പറയുന്നുണ്ട്, എന്തൊക്കെ ന്യായീകരണം നിങ്ങൾ പറഞ്ഞാലും ഇവൾ ഈ ചെയ്തത് ക്ഷമിക്കാൻ പറ്റാത്ത ആൾമാറാട്ട കുറ്റം തന്നെയാണ്. അതിനുശേഷം ഗോവിന്ദും ആ ഞെട്ടിക്കുന്ന സത്യം ഗീതുവിനോട് പറയാണ്. അതായത് ഈ നിൽക്കുന്ന മാർഗഴി നിൻ്റെ സ്വന്തം സഹോദരിയാണെന്ന സത്യം, നിൻ്റെ അച്ഛൻ്റെ മകൾ എന്നത്. തുടർന്ന് ഗോവിന്ദ് പറയാണ്, നീ ജനിക്കുന്നതിന് 2 മിനിറ്റ് മുമ്പ് ജനിച്ചവൾ. നിങ്ങൾ ഇരട്ടകളാണെന്ന് കേട്ടതും ഗീതു ഞെട്ടി നിൽക്കുകയാണ്. അതിനുശേഷം വളരെ സന്തോഷമുള്ള ഒരു രംഗമാണ് ഈ കഥയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്രയും നേരം കുറ്റപ്പെടുത്തി ദേഷ്യത്താൽ സംസാരിച്ച ഗീതു മാർഗഴി തൻ്റെ സഹോദരിയാണ് എന്ന സത്യം തിരിച്ചറിഞ്ഞതിന് ശേഷം മാർഗഴിയുടെ എല്ലാ തെറ്റുകളും ക്ഷമിക്കുകയും അവർ പരസ്പരം കെട്ടിപ്പിടിക്കുകയും ഒന്നാകുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ സഹോദരിമാർ ഒന്നിക്കുന്ന രംഗമാണ് സുഹൃത്തുക്കളെ. ഇത് ഗോവിന്ദനൊരു തലവേദനയാവുകയാണ് പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത്. തുടർന്ന് ഗോവിന്ദ് പറയാണ് കേട്ടോ, വെറുതെ അല്ല നിങ്ങളുടെ അച്ഛൻ ഒരാളെ ഒഴിവാക്കിയതെന്ന്. കാരണം നിങ്ങൾ രണ്ടാളും കൂടി ചേർന്നാൽ ഭൂകമ്പം ഉണ്ടാക്കും. ഇനി മര്യാദയ്ക്കിരുന്നില്ലെങ്കിൽ രണ്ടിനെയും ഞാൻ പുറത്താക്കുമെന്നും ഗോവിന്ദ് പറയാണ് കേട്ടോ. അങ്ങനെ ആ പ്രശ്നം അവസാനിക്കുന്നു. അതിനുശേഷം ഗീതു മാർഗഴിയുമായി സന്തോഷത്തോടെ തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അമ്മയോട് മാർഗഴിയുടെ ആ ജന്മരഹസ്യം ഗീതു തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ മുഴുവനായി കാണുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണേ.
ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും എനിക്ക് കൂടുതൽ വീഡിയോ ചെയ്യാൻ പ്രചോദനം നൽകുന്ന ഒന്നാണ്. ഈ റിവ്യൂ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.